ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം പറയുകയാണ്: മകനെ, നീ സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. മകനെ, സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ കർത്തവ്യങ്ങൾ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ദേഷ്യപ്പെടുകയും ഇഷ്ടപ്പെടാവുകയും ഒക്കെ വന്നെന്നിരിക്കാം. ഉദാഹരണം, തൻ്റെ പിതാവ് രോഗിയായിരിക്കുമ്പോൾ രോഗിയെ ശുശ്രൂഷിക്കുന്ന മകൻ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുകയാണ്. പിതാവിൻ്റെ രോഗത്തിൻ്റെ പേരിലായിരിക്കാം, ഒരുപക്ഷെ മകൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം അവിടെയെല്ലാം ദേഷ്യപ്പെടുകയും പിറുപിറുക്കുകയും ചിലർ പ്രാഗ് വരെയും ചെയ്യുന്ന പിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. കർത്താവിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. ഇത് കേട്ട് ആരും നിന്നെ കുറ്റപ്പെടുത്തിയല്ല. ആ പിതാവിൻ്റെ ആ രോഗത്തിൻ്റെ പ്രത്യേകതയാണെന്നോ പ്രായം ചെന്നതുകൊണ്ടാണോ ആയിരിക്കാം എന്നൊക്കെ ജനങ്ങൾ വിചാരിക്കുകയുള്ളൂ. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സാമാന്യ ബോധമുള്ളവരാരും ധരിക്കുകയില്ല. അങ്ങനെ സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ കർത്താവിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നിന്നെ അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ദൈവവും ദൈവത്തിന് ജനവും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറരുത്. സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ കൃപ തരണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് ഏവർക്കും വേണ്ടി അമ്മ കൃത്യമായി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.